ഹായ്, കിങ്ങിണിയാണ്. ഇന്ന് വന്നിട്ടുള്ളത് ഒരു ചെറിയ ഒരു ഇതിന് വേണ്ടിയിട്ടാണ്. മറ്റേ മോഡറേറ്റർ എങ്ങനെ കൊടുക്കാം, എന്തിനാണ് മോഡറേറ്റ് കൊടുക്കുന്നത്, അതിനോടുള്ള ഉപകാരങ്ങൾ എന്താണ്, അതിനുള്ള പിന്നെ ഒരേ ഒരു ഉപദ്രവം എന്താണ്, അപ്പോൾ അതിനെക്കുറിച്ചുള്ള പറയാൻ വേണ്ടിയാണ്. പിന്നെ മോഡറേറ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് തരം മോഡറേറ്ററുണ്ട്. ഇത് ലൈവ് ചെയ്യുന്നവർക്കുള്ള, ലൈവ് സ്റ്റാർട്ടിങ് തുടങ്ങുന്നവർക്കുള്ള വേണ്ടിയിട്ടാണ് വീഡിയോസ് ചെയ്യുന്നത്. രണ്ട് മോഡറേറ്റർ ഉണ്ട്, അതായത് മാനേജിങ് മോഡറേറ്ററും സ്റ്റാൻഡേർഡിങ് മോഡറേറ്ററും. അതായത് നമ്മളെപ്പോഴും കൊടുക്കേണ്ടത് സ്റ്റാൻഡേർഡിങ് മോഡറേറ്ററാണ്, അതായത് രണ്ടാമത്തെ മോഡറേറ്റർ. ആദ്യത്തെ മോഡറേറ്ററിനുള്ള അതിൻ്റെ ഇത് ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മൾ അത് കൊടുക്കണത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ലൈവിൽ ഒരുപാട് ആൾക്കാർ മുകളിലുണ്ടാവും, ഒരുപാട് യൂട്യൂബേഴ്സും ചെറിയ ചെറിയ ചാനലുകളും ഒരുപാട് മുകളിലുണ്ടാവും. അപ്പം നമ്മൾ ഈ ലൈവിൽ ഇരുന്നിട്ട് നമ്മളത് താഴത്ത് ഒരുപാട് ലൈവിൽ ഒരുപാട് ആൾക്കാർ മുകളിലുണ്ടെങ്കിൽ നമ്മൾ താഴത്ത് ആക്റ്റീവ് ആയ കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ മുകളിലുള്ള ആൾക്കാർ താഴെ ഇറങ്ങുള്ളൂ. ഈ താഴെയുള്ള ആൾക്കാർക്ക് ഈ മോഡറേറ്റ് എന്ന സാധനം അത് യൂട്യൂബ് തരുന്ന ഒരു അനുഗ്രഹമാണ്. അതല്ലാണ്ട് നമ്മൾ കൃത്യമായിട്ട് ഒരു സാധനം നമ്മൾ എടുക്കുന്നില്ല. യൂട്യൂബ് നമുക്ക് തരുന്നത് 100 കണക്കിനും 200 കണക്കിനും 300 കണക്കിനും മോഡറേറ്റർ അതിൽ കിടക്കുന്നത് വെറുതെ തരുന്ന സാധനമില്ല. അതൊക്കെ നമുക്ക് ഉപയോഗിക്കാനുള്ള സാധനങ്ങളാണ്. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് നമുക്ക് ചാനലൊന്നും സംഭവിക്കില്ല. ആ ചാനൽ സംഭവിക്കണം ആദ്യം എൻ്റെ ചാനൽ സംഭവിക്കേണ്ടതാണ്. ഞാൻ ഈ മോഡറേറ്റ് വെച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ചാനൽ മോണിറ്റേഷൻ ആക്കി മോഡറേറ്റ് വെച്ചിട്ടാണ് ആപ്ലൈ കൊടുത്തതൊക്കെ. ഈ ലൈവിൻ്റെ ഇതിൽ വീഡിയോസിനെ പറ്റിയില്ലല്ല, വീഡിയോസിൽ ചെയ്തിട്ട് മോണിറ്റേഷൻ ആയ ചാനലല്ല പറയുന്നത്, ലൈവ് ചെയ്യുന്നത്. ലൈവിന് ആവശ്യത്തിന് വേണ്ടി തന്ന ചാനലുകളാണ് ഈ ഹൈഡും ടൈം ഔട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് യൂട്യൂബ് തന്നത്. അതൊക്കെ നമുക്ക് മോഡറേറ്റ് വരെ ചെയ്യാൻ കഴിയുള്ളൂ. ഒരു നല്ല ലൈവായി മാറുന്നുണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾ സ്വന്തം ആവശ്യത്തിനാണെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ലൈവ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. മോഡറേറ്റർ ഒന്നും ഇല്ലാതെ ചെയ്യാൻ പറ്റും. അത് നിങ്ങളെ സ്വന്തം കഴിവാണ്. പക്ഷേ നമ്മളിപ്പോൾ ചെറിയ സാധാരണക്കാർ ചെറിയൊരു ചാനലുകൾക്കൊന്നും മോഡറേറ്റ് ഇല്ലാണ്ട് ഒരിക്കലും പോലും നമുക്ക് ലൈവ് ചെയ്യാനും നമുക്ക് നല്ല ചാനലാക്കി എടുക്കാൻ പറ്റില്ല. നമുക്ക് ഒരുപാട് സൗകര്യത്തിനുണ്ട്. നമുക്ക് കാലം വളർന്നു വരികയാണ്, അത് മനസ്സിലാക്കേണ്ട കാര്യം. നമ്മൾ കാലം വന്ന് എല്ലാം ഫാസ്റ്റ് ആവുക. പണ്ട് നമ്മളിപ്പോൾ കാളവണ്ടിയിലും ഇതിനൊക്കെ പോകേണ്ടത് ഇപ്പൊക്കെ ഫാസ്റ്റായി. ഇപ്പോൾ അതിനൊക്കെ എത്രത്തോളം സ്പീഡിൽ പോകാൻ പറ്റും അത്രത്തോളം സ്പീഡിൽ നമ്മൾ പോകാൻ ആഗ്രഹിക്കാം. അതേമാതിരി ചാനലും പെട്ടെന്ന് സ്പീഡ് വരാനും ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ മോഡറേറ്റ് എന്നുള്ള സാധനം. പിന്നെ എന്താ, ഓരോരുത്തർക്ക് ടൈമില്ല. 1 മിനിറ്റ് കൂടുതൽ 2 മിനിറ്റ് കൂടുതൽ ഒരു ലൈവിൽ നിൽക്കാൻ ആർക്കും ടൈമില്ല. അപ്പോൾ അതൊക്കെ കണ്ടിട്ടാണ് ഈ മോഡറേറ്റ് എന്ന സാധനം തന്നത്. അപ്പം ആ 2 മിനിറ്റ് ചിലപ്പോൾ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ 2-3 ആൾക്കാരെ കൂട്ടാക്കാണ്ടാവും. ചിലപ്പോൾ ഇങ്ങനെ ഒരു ഹായ് ഇടാണ്ടാവും, ചിലപ്പോൾ ലൈക്ക് ഉണ്ടാവും. വന്നിട്ട് പോകും. പക്ഷേ നിങ്ങൾ മോഡറേറ്റ് ഇല്ലാതെ നിൽക്കുന്ന ടൈമിൽ ഈ വന്ന ചാനലുകളൊക്കെ എന്ന് പറഞ്ഞാൽ ഇത്രയും ടൈമൊന്നും ഒരു വെയിറ്റ് ചെയ്യില്ല. ഒരു ജസ്റ്റ് മോളിൽ നിന്ന് വന്ന് അതേമാതിരിയായിട്ട് പോലും ചെയ്യാം, സബ്ബ് പോലും ചെയ്യില്ല. അപ്പോൾ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്ന എന്താ, ആ സബ്ബ് പോയി, ആ ലൈക്കും പോയി, എല്ലാം പോയി. ചിലപ്പോൾ ലൈക്ക് ആയിരിക്കും, പക്ഷേ ആ വന്നു കഴിഞ്ഞാൽ നമ്മളുള്ള ചെറിയ ചാനലുകൾക്ക് ഒരുപാട് ഉപകാരമാണ്. ആ ചാനൽ ഉപകാരം കൊണ്ട് നമ്മൾ കുറച്ച് യൂട്യൂബിലേക്ക് നിന്ന് കൊടുക്കുകയാണ്. അതായത് യൂട്യൂബിന് നമ്മൾ കുറച്ച് ഹെൽപ്പ് ചെയ്യാം. അതേമാതിരി തന്നെ യൂട്യൂബ് നമ്മൾ അതിലുപരി നമ്മളെയും ഹെൽപ്പ് ചെയ്യും. നമ്മൾ യൂട്യൂബിന് എത്ര ഹെൽപ്പ് ചെയ്യുന്നോ അതേമാതിരി അതിന് ഡബിൾക്കായിട്ട് യൂട്യൂബ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ആ മോഡറേറ്റ് നിങ്ങൾ കൊടുക്കേണ്ട ഒരു കുഴപ്പമില്ല, നല്ലതിന് വേണ്ടിയിട്ടാണ്. പിന്നെ അതിനൊരു ഉപദ്രവം എന്ന് പറഞ്ഞാൽ ഹൈഡിങ് മാത്രം. അതായത് ഒരു 4-5 ആൾക്കാർക്ക് അതിൽ മോഡറേറ്റ് ഉണ്ടാകുന്ന ടൈമിൽ ചാനലിൽ ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടാത്ത ആരെങ്കിലും വരുമ്പം ചിലപ്പോൾ അവർ ഹൈഡ് ചെയ്യും. അങ്ങനെയൊക്കെയാണ് ഈ ചാനലിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത്. ഒരുവിധം ആൾക്കാർക്ക് മൊത്തം മോഡറേറ്റ് ആയി കഴിഞ്ഞാൽ ഈ മോഡറേറ്റുള്ള ആൾക്കാരെ ഒരാൾക്ക് പോലും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അതായത് ഒരു മോഡറേറ്റുള്ള ആളെ മറ്റുള്ള മോഡറേറ്റുള്ള ആൾക്കാർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ജസ്റ്റ് ഒന്ന് ആ ചാനലൊന്ന് പോയി നോക്കാനും അല്ലാണ്ട് വേറെ ഒന്നും ചെയ്യാൻ, ടൈം ഔട്ടോ ഹൈഡോ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. പിന്നെ മാനേജിങ് മോഡറേറ്റർ എന്ന് പറഞ്ഞാൽ ഈ മോഡറേറ്റുള്ള മൊത്തം ആൾക്കാരെ നിയന്ത്രിക്കാനുള്ള അവകാശമാണ് ഈ മാനേജിങ് മോഡറേറ്റർ എന്ന് പറഞ്ഞത്. അത് വളരെ അപൂർവം ആൾക്കാർക്ക് മാത്രം കൊടുക്കാൻ, ആരും കൊടുക്കലില്ല. അത് നിങ്ങൾ കൊടുക്കണമെന്നേ പറയുള്ളൂ. എപ്പോഴും സ്റ്റാൻഡേർഡ് മോഡറേറ്റ് കൊടുക്കുക. മോഡറേറ്റ് കൊടുക്കുന്ന ആൾക്കാരും എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റാർട്ടിങ് ലൈവ് തുടങ്ങുകയാണെങ്കിൽ ആ ഒരു മെസ്സേജ് വന്നു കഴിഞ്ഞാൽ ആ മെസ്സേജ് ഇപ്പോൾ നമ്മൾ അറിയുന്ന മെസ്സേജാണ്, നമ്മൾ അറിയുന്ന ഒരു പേരാണെന്നുണ്ടെങ്കിൽ ആ പേരിൻ്റെ മേൽ ടച്ച് ചെയ്യാം. ആ ടച്ച് ചെയ്യുമ്പോൾ ഒരു ഓപ്ഷൻ കാണാം. അതിൽ 5ാമത്തെ ഒരു ഓപ്ഷൻ കാണാം, മോഡറേറ്റർ എന്നുള്ള. ആ മോഡറേറ്ററിൽ ഓക്കെ കൊടുത്താൽ ഒരു ഓപ്ഷൻ കാണാം. അതിൽ 2ാമത്തേതാണ് സ്റ്റാൻഡേർഡ് മോഡറേറ്റ്. അത് ഓക്കെ കൊടുക്കുക, മോഡറേറ്റ്. അതേമാതിരി തന്നെ ആ പേരിൽ തൊട്ട് വീണ്ടും ടച്ച് ചെയ്ത് വീണ്ടും മോഡറേറ്റ് കൊടുക്കാൻ ശ്രമിച്ചാൽ ആ മോഡറേറ്റർ പോകും, ആ ബ്ലൂ പോകും. മോഡറേറ്റർ എന്ന് ഉദ്ദേശിച്ച ബ്ലൂ ആണ്. പിന്നെ അതല്ലാണ്ട് ആ ബ്ലൂ ഒഴിവാക്കാൻ ഒരുപാട് മാർഗ്ഗങ്ങൾ വേറെയും ഉണ്ട്. പിന്നെ അതല്ലാണ്ട് കൂടിയിട്ട് നമുക്കിപ്പം ചാനലിൽ ഒരുപാട് സ്പാമിംഗ് ഒക്കെ നടക്കുന്നുണ്ട്. അതായത് ബ്ലൂ കൊടുക്കുക, ചാനലിലേക്ക് ഇറങ്ങാൻ പറ്റില്ല, ചാനലിൽ കയറാൻ പറ്റില്ല,
ബ്ലൂ ഇല്ലാത്തതുകൊണ്ട് വരാൻ പറ്റില്ല. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ, അതൊക്കെ ചാനൽ യൂട്യൂബിൻ്റെ പ്രശ്നങ്ങൾ, ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കൊണ്ടാണ്. അതൊക്കെ 1-2 ദിവസം 48 മണിക്കൂർ കഴിഞ്ഞാൽ റെഡിയാവുന്ന പ്രശ്നമുള്ളൂ. അങ്ങനെയൊക്കെ ചാനൽ വരാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെസ്സേജിനും മോഡറേറ്റ് കൊടുക്കാൻ പറ്റും. അതായത് എന്ന് നമ്മൾ വീഡിയോസിന് കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ ആ വീഡിയോസിൻ്റെ കമൻറ്റിലും നമുക്ക് മോഡറേറ്റ് കൊടുക്കാനുള്ള ഓപ്ഷനും അതിലും മോഡറേറ്റ് കൊടുക്കാൻ പറ്റും. പിന്നെ ആ മോഡറേറ്റ് കൊടുക്കുക, പിന്നെ അത്രയും സെറ്റപ്പിൽ പോലും അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, അത്രയും സെറ്റപ്പിൽ മോഡറേറ്റ് കൊടുക്കാൻ ഒരു സാധനം യൂട്യൂബ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് ഉപയോഗിക്കാനുള്ളതാണ്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അതായത് ഡയറക്റ്റ് ലൈവിൽ വരുമ്പോഴും നമുക്ക് ആ മോഡറേറ്റ് കൊടുക്കാൻ പറ്റും. അതല്ലാണ്ട് ആ ലൈവിൽ കയറാൻ പറ്റുന്നില്ല, അതിൽ കയറാൻ പറ്റാതെ തന്നെ വീഡിയോസിന് എവിടെയെങ്കിലും കമൻറ്റ് ഇട്ടിട്ടും പോലും മോഡറേറ്റ് കൊടുക്കാൻ പറ്റുന്നുള്ള ഒരു സെറ്റപ്പ് യൂട്യൂബ് തന്നെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാരണം അതാണ്. നമുക്കത് ഒരു ഉപകാരത്തിന് വേണ്ടി മാത്രം അത് നിങ്ങൾ മാക്സിമം ഉപയോഗിക്കുക. ചെറിയ യൂട്യൂബ് ഏറ്റവും ഉപയോഗിക്കേണ്ട കാര്യമാണ്. പിന്നെ അത് ഒഴിവാക്കേണ്ട ഒരുപാട് ഓപ്ഷനുകൾ ഒഴിവാക്കാൻ യൂട്യൂബ് തന്നിട്ടുണ്ട്. ലൈവ് ഒന്ന് ഒഴിവാക്കാം, ഞാൻ അതല്ലാണ്ട് ക്രോമ പോയിട്ട് ഒഴിവാക്കാം, ഒരുപാട് ഉപകാരമുണ്ട്. അപ്പോൾ അതിനോട് ഒഴിവാക്കാനും യൂട്യൂബ് വഴി തരുന്നുണ്ട്, അത് കൊടുക്കാനും വഴി തരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ വിചാരിക്കേണ്ട അത് നല്ല കാര്യത്തിന് വേണ്ടി മാത്രം. എന്നെ സംബന്ധിച്ചിടത്തോളം നല്ല കാര്യത്തിന് വേണ്ടി മാത്രമാണ് യൂട്യൂബ് തരുന്ന സാധനം ഒക്കെ നമ്മൾ ഒരു കൃത്യമായിട്ട് നമ്മളൊരു സാധനം എടുക്കില്ല, ഒക്കെ മറ്റേ ഒറിജിനൽ സാധനം മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോൾ അത് മാക്സിമം ആക്കിയിട്ട് കൊടുത്തിട്ട് മാക്സിമം നല്ല ലൈവ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ചെറിയ ചാനലുകൾ മാക്സിമം സപ്പോർട്ട് ചെയ്തെടുക്കുക. കുറേ ടൈം എന്ന് പറയുന്നത് ഒരു ചാനൽ വന്നു കഴിഞ്ഞാൽ, ചെറിയ ചാനലാണ്, ഒരുപാട് ടൈം നമ്മളെ കൂടെ നിൽക്കും. ആ അത്രയും ടൈം പോലും മറ്റുള്ള കൂട്ടാക്കാൻ ടൈം പോലും നിൽക്കണ വരെ നമുക്ക് ആളെ മെസ്സേജ് വായിക്കാൻ നമുക്ക് എടുക്കാം. ഞാൻ പറയുന്ന കാര്യമാണ്, ഒരിക്കലും നമ്മളൊരു ലൈവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആക്കിയെടുക്കാത്തൊരു പ്രശ്നം, അല്ലാണ്ട് വേറൊരു പ്രശ്നമില്ല. നമ്മൾ ആക്കിയെടുക്കുന്നില്ല ലൈവ്. എടുക്കാൻ യൂട്യൂബ് നമുക്ക് ഒരുപാട് അവസരങ്ങൾ തരുന്നുണ്ട്. പക്ഷെ നമ്മൾ യൂട്യൂബിൻ്റെ കൂടെ നിന്നിരിക്കില്ല. പിന്നെ യൂട്യൂബ് എങ്ങനെ നമ്മളെ കൂടെ നിന്ന് തരും? നമ്മൾക്ക് ചെറിയ യൂട്യൂബേഴ്സ്, അത് മനസ്സിലാക്കേണ്ട കാര്യമാണ്. അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യാം കേട്ടോ. എന്ത് സംശയം ഉണ്ടെങ്കിലും മെസ്സേജ് അയക്കാം കേട്ടോ, കമൻറ്റ് അയച്ചാൽ.